ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ സൺഡേയിലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് വന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ, അത്യാവശ്യം നല്ല മഴ ഉണ്ട് രാവിലെ തന്നെ. അപ്പം തന്നെ വിചാരിച്ചു ഇന്നത്തെ എല്ലാ കാര്യങ്ങളും താറുമാറാണ്. മഴയുള്ള ദിവസം ഭയങ്കര മടിയാട്ടോ പണികളൊക്കെ ചെയ്യാനും, എന്നാലും നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കിച്ചണിലോട്ട് കയറി. അപ്പം ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പത്തിരിയും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ, എപ്പോഴെങ്കിലൊക്കെ തന്നെ ഉണ്ടാക്കാറുള്ളൂ. അവന്ന് പത്തിരിപ്പണിയിലാണ് കേട്ടോ. കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ആരും വൃത്തിയില്ല എന്നൊരു കമൻ്റൊന്നും ഇടരുതേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ക്ലീനിങ്ങിലുള്ള പണിയിലാണ് കേട്ടോ. അപ്പോൾ ദാ അടിക്കലും തുടയ്ക്കലും പറഞ്ഞ പോലെ. അപ്പം ഇന്ന് മഴ കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ശരി മുറ്റം കൂടെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി വേഗം മുറ്റത്തോട്ടുകൂടെ ഇറങ്ങിയിട്ടോ. കുറച്ച് അത്യാവശ്യം നമ്മുടെ ആ മൂച്ചിന്ന് ഇലകൾ വീഴാറുണ്ട്. വേറെ എവിടെയും കാര്യമായിട്ട് അങ്ങനെ ഇലകൾ ഉണ്ടാവാറില്ല, പക്ഷേ മൂച്ചിന്നിൻ്റെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി ക്ലീൻ ആക്കി ഇടാമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ സെറ്റാക്കിട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവച്ച് തളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളന്ന് വേനൽ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചപ്പോൾ അതൊക്കെ ഒന്ന് ശോഷിച്ചതായിരുന്നു. അപ്പോൾ അവരിനൊക്കെ വീണ്ടും നമ്മളെ കൊണ്ട് പറ്റണ വിധത്തിലുള്ളതൊക്കെ കൊടുത്തിട്ട് അവരിനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ പൂക്കളൊക്കെ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത പണി ഉള്ളിലാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വാഷിങ്ങിൻ്റെ പണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേലോട്ട് പോകാൻ കേട്ടോ. ഞാൻ പോണതിൻ്റെ മുന്നേ എൻ്റെ മോൾ ഓടിക്കയറും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മേലെ പോവുക, വെള്ളത്തിൽ കളിക്കുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട്, നല്ല രീതിക്ക് തന്നെ മഴ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മേലേക്ക് കയറിയത്. ഉച്ചയാകുമ്പോഴത്തല്ല, രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതാ ഇനി അവിടെ എത്തി. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്നറിയോ, നമുക്കൊന്ന് പുറത്ത് പോകാനോ തുണികൾ ഉണങ്ങി കിട്ടാനോ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം കൂടെയാണ് കേട്ടോ. എന്തിനും മഴയ്ക്ക് മഴയും വേണം, വെയിലിന് വെയിലും വേണം അല്ലേ. 4 ദിവസം മഴ അടുപ്പിച്ച് ഈ രീതിക്ക് പെയ്താലും മനുഷ്യന്മാർ പ്രാകും. വെയിൽ അടുപ്പിച്ച് 4 ദിവസം നല്ല വെയിലായി അപ്പോഴും മനുഷ്യന്മാർ പ്രാകും. അപ്പം ഇനി ഇതാ ഹിസമോൾക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ചോറും ഇതൊന്നും ഉണ്ടാക്കിയില്ല, കാരണം ഇക്കാക്കും മോൻക്കും കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹിസമോളും അല്ലേ. അപ്പം ഞാൻ രാവിലെ പത്തിരി ഉണ്ടാക്കി തന്നെ ഹിസമോൾക്ക് കൊടുത്തു. പിന്നെ നമ്മുടെ കുളിയും തിരുമ്പലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മുരിങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള തന്നെ. അപ്പോൾ അത് ഞാൻ ഊരാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ എൻ്റെ ഹിസമോളൊപ്പം ഇരുന്ന് ഊരി തരും കേട്ടോ. ഞാൻ എന്ത് പണി ചെയ്യുകയാണെങ്കിലും അവൾ എൻ്റെ ഒപ്പം വന്നിട്ട്, നമ്മൾക്ക് ഇടങ്ങാറാക്കിയെങ്കിലും ആളൊപ്പം വന്നിട്ട് ചെയ്യും കേട്ടോ. ഞാൻ അടിച്ചു വരാൻ ചൂല് കൊണ്ടുവന്നിട്ട് അവൾ ആദ്യം എടുത്ത് അടിച്ചു വരും. തുടയ്ക്കണം മഫ് അവിടെ വെച്ചിട്ട് ഞാൻ എന്തിനെങ്കിലും കിച്ചണിലോട്ട് പോയി അവൾ ആദ്യം അതെടുത്ത് തുടയ്ക്കും. ഈ കുട്ടികൾ മുതിർന്നവരെ കണ്ടാണ് പഠിക്കണതെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണോ അതാണ് അവരെ അനുകരിക്കുള്ളൂ, അത് നല്ലതായാലും ചീത്തയായാലും. പിന്നെ അതാ താത്താൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ രാത്രിക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്, ബ്രൊക്കോളി സൂപ്പ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, എങ്ങനെ ആവും എന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഈ സൂപ്പൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. മെയിനായിട്ട് ഉണ്ടാക്കുക ദോശ, ഇഡ്ഡലി അങ്ങനത്തെയൊക്കെ നമുക്ക് എളുപ്പപ്പണിയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ഞാനിങ്ങനെ എപ്പോഴെങ്കിലും സ്പെഷ്യലായിട്ടുള്ള നമുക്ക് സമയം ഇങ്ങനെയൊക്കെ കണ്ടെത്തുന്ന ടൈമിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ആയിരുന്നെങ്കിലും അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഹിസമോളിനെ ഇതാ തൊട്ടിയിൽ വാശി കാട്ടിയിട്ട് ഇരുന്നുറങ്ങുകയാണ് കേട്ടോ, കിടന്നുറങ്ങാതെ ഇരുന്നുറങ്ങുകയാണ്. പിന്നെ ചെറിയൊരു വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.